നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ട്. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി ബിലാലിന്റെ റിമാൻഡ് റിപ്പോർട്ട്. റാക്കറ്റ് പ്രവർത്തിച്ചത് ദുബായ് കേന്ദ്രീകരിച്ച്. സ്ത്രീകളെ അയച്ചത് ഒന്നാം പ്രതി സിന്ധുവിന്റെ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിലേക്ക്. ഇനി പിടിയിലാകാനുള്ളത് ദുബായിലുള്ള ഷംനയും റഹ്മത്തും. ധർമ്മസ്ഥല കൂട്ടക്കൊലക്കേസിൽ ഫോറൻസിക് പരിശോധനാ ഫലം പുറത്ത്. ബംഗ്ലദുബ്ലയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകത്തിന് തെളിവ്. പ്രദേശത്ത് നിന്നും കണ്ടെത്തിയത് 8 അസ്ഥികൂടങ്ങളും 1000-ലേറെ അസ്ഥികൂട അവശിഷ്ടങ്ങളും. പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും പരിശോധന തുടങ്ങി. കുത്തിവയ്പ്പിനിടെ സൂചി ഒടിഞ്ഞ് ശരീരത്തിനുള്ളിൽ കുടുങ്ങി. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ പരാതിയുമായി ആറന്മുള സ്വദേശിനി. ശസ്ത്രക്രിയ നടത്തിയിട്ടും സൂചി പൂർണ്ണമായി നീക്കാനായില്ല. 1 വർഷമായി കടുത്ത വേദന അനുഭവിക്കുകയാണെന്ന് പരാതിക്കാരി. ചികിത്സാ പിഴവ് ആരോപണം നിഷേധിച്ച് ആശുപത്രി അധികൃതർ. മലയിടം തുരത്ത് ഉന്നതി ഒഴിപ്പിക്കലിൽ സാവകാശം തേടാൻ സംസ്ഥാന സർക്കാർ. കോടതിയെ സാഹചര്യം ബോധിപ്പിക്കും. സമരക്കാരുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി കെ എ തുളസി. അഭിഭാഷക കമ്മീഷന് കച്ചവട താൽപര്യമെന്ന് PV ശ്രീനിജൻ. എബോള വൈറസിൽ മുൻകരുതലുമായി സംസ്ഥാനം. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. പ്രതിരോധ നടപടികൾ കർശനമാക്കാൻ തീരുമാനം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിലയിരുത്തൽ. രോഗലക്ഷണമുള്ളവരെ വിമാനത്താവളത്തിൽ നിരീക്ഷിക്കും. നവകേരള യാത്രയ്ക്കിടയിലെ ആക്രമണത്തിൽ പ്രാഥമിക അന്വേഷണവും അട്ടിമറിച്ചതായി കണ്ടെത്തൽ. കേസ് ഡയറി തിരുത്തിയെന്നും മൊഴി. ഇടപെട്ടത് ഉന്നത ഉദ്യോഗസ്ഥരെന്നും കണ്ടെത്തൽ. SITയുടെ അന്വേഷണം തുടരുന്നു. വിവാദ ഉദ്യോഗസ്ഥനായ സന്ദീപ് പിണറായിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്നും ഒഴിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ. രാധാകൃഷ്ണൻ is declared elected as Speaker of 16th Kerala Legislative Assembly. തിരുവഞ്ചൂരിന് കിട്ടിയത് 101 വോട്ടുകൾ. AC മൊയ്തീന് 35 വോട്ടും BB ഗോപകുമാറിന് 3 വോട്ടുകളും. പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കൻ കേരളത്തിൽ മഴ കനക്കും. കടൽ പ്രക്ഷുബ്ധമാകുമെന്നും മുന്നറിയിപ്പ്. കേരള തീരത്ത് 5 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക്. റെക്കോർഡ് നേട്ടവുമായി ദൃശ്യം 3. ആദ്യ ദിനം ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ മലയാള ചിത്രം. റിലീസ് ദിനത്തിൽ ബുക്ക് ചെയ്തത് 5,87,000-ലേറെ ടിക്കറ്റുകൾ. മറികടന്നത് മോഹൻലാൽ ചിത്രം എമ്പുരാന്റെ റെക്കോർഡ്. വിശദമായി കടക്കുമ്പോൾ, മോഡലിംഗിന്റെ മറവിൽ ദുബായ് കേന്ദ്രീകരിച്ചു നടന്ന വിദേശ സെക്സ് റാക്കറ്റ് കേസിലെ മുഖ്യപ്രതി ബിലാലിന്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു. ഒന്നാം പ്രതി സിന്ധുവിന്റെ ഉടമസ്ഥതയിൽ ദുബായിലുള്ള എലൈസ ഇവന്റ് എന്ന സ്ഥാപനത്തിലേക്കാണ് യുവതികളെ കടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ബിലാൽ ഇതിനു മുമ്പും നിരവധി യുവതികളെ ഇത്തരത്തിൽ ദുബായിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഇയാളുടെ പേരിൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകളും വ്യാജ സിം കാർഡുകളുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ ഉൾപ്പെട്ട ഷംന, റഹ്മത്ത് എന്നീ പ്രതികൾ നിലവിൽ ദുബായിലാണുള്ളത്. മോഡൽ സെക്സ് റാക്കറ്റ് കേസിൽ ഒടുവിൽ അറസ്റ്റിലായ ബിലാലിന് ഈ കേസുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നത്. ഇയാൾ ഈ സംഘങ്ങളിൽ നിന്ന് കൃത്യമായ രീതിയിൽ തുക ഈടാക്കിയിരുന്നു. ഇവർക്ക്
പണം കൈമാറിയതിൻ്റെ അടക്കമുള്ള രേഖകൾ പിടിച്ചെടുത്തതായിട്ട് പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 4,70,000 രൂപയാണ് മോഡലുകൾക്ക് വിസയും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി ഇവരിൽ നിന്ന് ഈടാക്കിയിരുന്നത്. ഇവരെ സിന്ധുവിൻ്റെ ബർദുബായിലുള്ള ലൈസ ഇവൻറ്റ്സ് എന്ന സ്ഥാപനത്തിലേക്കാണ്, അവിടേക്കാണ് ഇവരെ കൊണ്ടുപോയിരുന്നത്. ഇവിടെ വെച്ചാണ് ഇവർക്ക് ഈ ക്രൂരമായ രീതിയിലുള്ള പീഡനവും എല്ലാം തന്നെ ഏൽക്കേണ്ടി വന്നതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇവരെ അവിടെ പൂട്ടിയിടുന്നത് അടക്കമുള്ള കാര്യങ്ങൾ സിന്ധുവിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തിരുന്നത്. ബിലാലിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായി ഇയാൾക്ക് ഈ സംഘവുമായി ബന്ധമുണ്ട്. അവർ ബിലാലിക്ക എന്ന് പലപ്പോഴും പരാമർശിച്ചിരുന്നത് ഇയാളെ തന്നെയാണെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. പലപ്പോഴും ഇവർക്ക് പണം ഇയാൾക്ക് നൽകിയിരുന്നു. അവിടെ ഇടപാടുകൾ നടക്കുന്നതനുസരിച്ച് കൊണ്ട് തന്നെയും യുവതികളെ അവിടേക്ക് എത്തുന്നതിൻ്റെ കൃത്യമായ രീതിയിലുള്ളൊരു കമ്മീഷൻ ഇയാൾ കൈപ്പറ്റിയിരുന്നു എന്നും ഇയാൾക്ക് സാമ്പത്തികമായ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ സാമ്പത്തികം ഇയാൾക്ക് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇയാളുടെ ബന്ധങ്ങൾ ഉപയോഗിക്കുന്നതും ഈ കേസിന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് ജാമ്യമടക്കം ഇയാൾക്ക് നിഷേധിക്കണം. ഇനിയും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് എന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പേർ കൂടി അറസ്റ്റിലാകാനുണ്ടെന്ന് പോലീസ് പറയുന്നു. അത് നിലവിൽ ദുബായിലുള്ള ഷംനയും അതോടൊപ്പം തന്നെ റഹ്മത്തുമാണ് അറസ്റ്റിലാകാനുള്ളത്. ഈ കേസിൽ 2ാം പ്രതിയാണ് ഷംല എന്ന് പറയുന്നു. കേസിൽ കൂടുതലും സ്ത്രീകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നതുമാണ് ഈ കേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം തുടരുകയാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യത വളരെയധികമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് സിന്ധുവിനും മറ്റും അവർക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു വൃന്ദമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സംശയമുണ്ട്. ഈ പരാതിക്കാരികളായ പെൺകുട്ടികളെ ഈ സെക്സ് റാക്കറ്റിന് ഉപയോഗിക്കുക എന്നതിനപ്പുറത്തേക്ക് മയക്കുമരുന്ന് കടത്തിനും സ്വർണ്ണക്കടത്തിനും മറ്റും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതും പോലീസിന് സംശയമുണ്ട്. എലീനയുടെ ഗുണ്ടാ ബന്ധങ്ങളിലും പോലീസ് അന്വേഷണത്തിലേക്ക് മുതിരുന്നുണ്ട്. ഗുണ്ടാ നേതാവായ ഔറംഗസീബിനെ ചുറ്റിയും പോലീസ് അന്വേഷണം തുടരുകയാണ്. കാരണം ഇയാൾ ഉപയോഗിച്ച പല ഇരകളെയും തന്നെ ഭീഷണിപ്പെടുത്തി എന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവരുടെ എല്ലാം തന്നെ ഗുണ്ടാ ബന്ധങ്ങൾ സംബന്ധിയായ കാര്യങ്ങളിലും അന്വേഷണം നടക്കുകയാണ്. വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്കാണ് ഈ കേസ് സംബന്ധിച്ച് പോകുന്നത്. കൂടുതൽ പ്രതികളുണ്ടാകും, അതോടൊപ്പം തന്നെ കൂടുതൽ ഇരകളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. ധർമ്മസ്ഥലയിൽ 100-ലധികം മൃതദേഹങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾക്ക് ശേഷം കുഴിച്ചുമൂടിയെന്ന കേസിൽ ഞെട്ടിക്കുന്ന ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നു. ബംഗഗുഗ്ലയിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്നാണ് FSL റിപ്പോർട്ട്. 8 അസ്ഥികൂടങ്ങളും 1000-ലധികം മനുഷ്യ അസ്ഥികൂട അവശിഷ്ടങ്ങളുമാണ് പ്രദേശത്ത് നിന്നും കണ്ടെത്തിയത്. ഇതോടെ SIT സംഘം പ്രദേശം കേന്ദ്രീകരിച്ച് വീണ്ടും പരിശോധന ആരംഭിച്ചു. ധർമ്മസ്ഥല കേസിൽ വീണ്ടും വൻ വഴിത്തിരിവ്. ബംഗളകുട്ടിയിൽ നിന്ന് ലഭിച്ച മനുഷ്യ അസ്ഥികൂടങ്ങളും അതോടൊപ്പം അസ്ഥികൂട അവശിഷ്ടങ്ങളുടെയും ഫോറൻസിക് പരിശോധനാ ഫലം വന്നു. ഇതിൽ കൊലപാതക സാധ്യതയുണ്ടെന്നാണ് ഫോറൻസിക് പരിശോധനാ ഫലം. ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ധർമ്മസ്ഥല കേസ് ചർച്ചയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. SIT സംഘവും അതോടൊപ്പം ബംഗളൂരിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും ബംഗളകുട്ടിയിലെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ മുതലാണ് ഈ പരിശോധന ആരംഭിച്ചത്. ഏതായാലും പ്രധാനപ്പെട്ട സാക്ഷിയായ ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി സംബന്ധിച്ചും ഫോറൻസിക് പരിശോധനാ ഫലം വന്നിട്ടുണ്ട്. അത് ബംഗളകുട്ടിയിൽ നിന്നും കണ്ടെത്തിയ മണ്ണും ഈ ഫോറൻസിക് സംഘം ഈ തലയോട്ടിയുടെയും സാമ്യമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു തലയോട്ടി ബംഗളകുട്ടിയിൽ നിന്നും കണ്ടെത്തിയെന്നാണ് ഒരു സ്ഥിരീകരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ തലയോട്ടി പുറത്തു നിന്നും വ്യാജ തെളിവിനായി കോടതിയിൽ ഹാജരാക്കിയതെന്നായിരുന്നു നേരത്തെ ഉയർന്ന ആരോപണം. പക്ഷേ അതിൽ കൃത്യമായ ഫോറൻസിക് പരിശോധനാ ഫലം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം കുടകിൽ നിന്നും കാണാതായ 2 പേരുടെ മൃതദേഹാവശിഷ്ടം അത് ഈ ബംഗളകുട്ടിയിൽ നിന്നും ലഭിച്ച അസ്ഥികൂടത്തിൽ നിന്നും DNA പരിശോധനാ ഫലം സാമ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധി സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SIT വീണ്ടും ബംഗളകുട്ട കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ പ്രദേശം ഇപ്പോൾ സീൽ ചെയ്ത് ഈ SIT സംഘത്തിൻ്റെ നിയന്ത്രണത്തിൽ ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇവിടെ വിശദമായ പരിശോധന നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം പ്രദീപ് കുലാൽ എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു സാക്ഷിയാണിപ്പോൾ. ഇദ്ദേഹം ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ഇന്നലെ പ്രദീപ് കുലാലിയും ഈ സംഘത്തോടൊപ്പം ഈ ഒരു പരിശോധനയിൽ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഏതായാലും ചിന്നയ്യ ഈ കേസിൽ ആദ്യ സാക്ഷിയാണ്. പിന്നീട് ഇദ്ദേഹം
കൂറുമാറുന്ന സാഹചര്യമായി ഉണ്ടായത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നതും SIT അന്വേഷണം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ധർമ്മസ്ഥലയിൽ കുഴിച്ചു മൂടപ്പെട്ട സത്യം അത് മറനീക്കി പുറത്തു വരുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനം. അതിൽ നിർണായകമാവുക ഈ ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. ഇവിടെ കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ, അതോടൊപ്പം 1000-ഓളം അസ്ഥികൂടാവശിഷ്ടങ്ങൾ, പൂർണ്ണ അസ്ഥികൂടവും അതുപോലെ തന്നെ അസ്ഥികൂടാവശിഷ്ടങ്ങളും, ഇവയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ് വന്നത്. ഇത് കൊലപാതക സാധ്യത എന്നാണ് ഇതിൽ ഉള്ളത്. ഇതോടൊപ്പം കൂടുതൽ വിവരങ്ങൾ SIT ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിശദാംശങ്ങൾ പുറത്ത് പറയാൻ ഇപ്പോൾ ഈ അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നിർവാഹമില്ല. ഏതായാലും രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഒരു അന്വേഷണം നടത്തുന്നത്. ഇതിൽ SIT ഇനി നടത്തുന്ന അടുത്ത നീക്കം അതെന്താണെന്ന് ഏറ്റവും പ്രധാനമാണ്. വീണ്ടും ധർമ്മസ്ഥലയിൽ ഈ ഒരു മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഉണ്ടാകുമോ? ഈ സാക്ഷികൾ ചൂണ്ടിക്കാട്ടിയ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ച് വിശദമായ പരിശോധന നടത്തുമോ? അതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഏതായാലും ഇതിൽ പ്രധാനപ്പെട്ട സാക്ഷിയായ മഹേഷ് തിമരോടിയെ വീണ്ടും മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം വിട്ടല ഗൗഡ എന്ന് പറയുന്ന സൗജന്യയുടെ അമ്മാവൻ്റെ സാക്ഷിമൊഴിയും രേഖപ്പെടുത്താൻ SIT സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വിശദമായ പരിശോധനയിലേക്ക് തുടക്കത്തിൽ ഉണ്ടായതുപോലെ SIT വീണ്ടും ധർമ്മസ്ഥലയിൽ നടത്തുമോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ നിർണായകമാവുക ഈ ഫോറൻസിക് പരിശോധനാ ഫലം തന്നെയാണ്. അതിൽ ഈ കാണാതായ ആളുകളുടെ നിരവധി പരാതികളാണ് SITക്ക് മുന്നിലെത്തിയിട്ടുള്ളത്. അത്തരം പരാതികളിലുള്ളവരുടെ മൃതദേഹം ഈ സംബന്ധിച്ച DNA പരിശോധനയും ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫോറൻസിക് പരിശോധനയിൽ നിർണായകമായ മറ്റ് ചില കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഈ അന്വേഷണത്തെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ SIT ഉദ്യോഗസ്ഥർ അത് വിശദീകരിക്കാൻ അല്ലെങ്കിൽ പങ്കുവെക്കാൻ ഇപ്പോൾ തയ്യാറല്ല. എന്തായാലും ഇത് സംബന്ധിച്ച് കോടതിയിൽ, ബെൽത്തങ്ങാടി കോടതിയിൽ ഉടനെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതിൽ കർണാടക ഹൈക്കോടതി കേസ് അന്വേഷണം വളരെ വേഗത്തിലാക്കി റിപ്പോർട്ട് നൽകണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SITയെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു പ്രദേശം കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് ബംഗളഗുഡ കേന്ദ്രീകരിച്ച് വലിയ പരിശോധന ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ തുടക്കമാണിപ്പോൾ ഈ ഒരു പരിശോധന. അതിൽ ഫോറൻസിക് സംഘവും, ബാംഗ്ലൂരിൽ നിന്നുള്ള ഫോറൻസിക് സംഘവും ഈ ഒരു പരിശോധനയിൽ ഒപ്പമുണ്ട് എന്നതാണ് ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. SITയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു അന്തിമ നിഗമനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഏതായാലും ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന സൂചനകളിലേക്ക് ഫോറൻസിക്സ് റിപ്പോർട്ട് വിരൽ ചൂണ്ടുമ്പോൾ ഇനി എന്താണ് SITയുടെ മുന്നിലുള്ള നീക്കം? അതാണ് ഏറ്റവും പ്രധാനം. ഒരിക്കൽ കൂടി ധർമ്മസ്ഥല കേസ് ചർച്ചയാകുന്നു എന്നതിനാണ് ഇതിൽ ഏറ്റവും പ്രധാനം. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. എറണാകുളം മലയിടം തുരുത്തിലെ പാരിയത്തുകാവിൽ ഭൂമി ഒഴിപ്പിക്കൽ നാളെ പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ ഉത്തരവ്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയാണ് ഉത്തരവിറക്കിയത്. റൂറൽ SP അടക്കമുള്ളവർക്ക് കർശന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അതേസമയം കോടതിയോട് സാവകാശം തേടാനൊരുങ്ങുകയാണ് സർക്കാർ. ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ചീഫ് സെക്രട്ടറിയും DGPയും യോഗം ചേർന്നു. മന്ത്രി റോജി M. ജോണിനെ സമരക്കാരോട് സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്ത് ഉന്നതി ഒഴിപ്പിക്കൽ സംഭവത്തിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർ മന്ത്രി KA തുളസിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. അപ്പോൾ അവര് ഇന്ന് നേരിട്ട് വന്നിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ അതൊരു മനുഷ്യത്വ, ഈ വിവരം വാർത്താമാധ്യമങ്ങളോട് അറിഞ്ഞ സമയത്ത് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടലുണ്ടായിരുന്നു. പോലീസിന്റെ നടപടികൾ അടിയന്തരമായിട്ട് നിർത്തിവെക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഒരു നയം എന്ന് പറഞ്ഞാൽ വിഷയങ്ങൾ വരുമ്പോൾ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം എടുക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിന് ചെയ്യാനായിട്ട് സാധിക്കുക. അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാവകാശം വേണം എന്നുള്ളത് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ പോയിട്ടുണ്ട്. പ്രശ്നങ്ങൾ വർഷങ്ങൾ തോറും ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോവുക എന്നതിലപ്പുറം അതിനൊരു ശാശ്വത പരിഹാരമാണ് തീർച്ചയായിട്ടും വേണ്ടത്. വകുപ്പ് മന്ത്രിമാർ ഒപ്പമുണ്ട് എന്ന് ഉറപ്പു നൽകിയെന്നും അത് മാനിക്കുന്നുവെന്നുമാണ് സമരസമിതി നേതാവും KPMS ജനറൽ സെക്രട്ടറിയുമായ PM വിനോദിന്റെ പ്രതികരണം. റവന്യൂ റെക്കോർഡ് അനുസരിച്ച് ഇത് 19.5 ഏക്കർ പുറമ്പോക്കാണ്. അതിൽ 2.5 ഏക്കറാണ് ഈ പട്ടികജാതി വിഭാഗത്തിന്റെ കയ്യിലിരിക്കുന്നത്. ബാക്കിയുള്ള 17 ഏക്കറും മറ്റു ഇതര സമുദായങ്ങളുടെ കയ്യിൽ മുസ്ലിം പള്ളികളും ക്രിസ്ത്യൻ പള്ളിയും ഒക്കെ വെച്ച് കുറെ ആളുകൾ ജീവിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ ഈ പട്ടികജാതിക്കാരായ 8 വീട്ടുകാരെ മാത്രം, 7 വീട്ടുകാരെ മാത്രം ഒഴിപ്പിച്ചെടുക്കുന്നുള്ള ശ്രമം നടക്കുന്നു. അത് പുറമ്പോക്കാണെന്ന് ഗവൺമെന്റിന്റെ റെക്കോർഡുകളിൽ BTR ഉൾപ്പെടെ ഉള്ളതാണ്. പക്ഷെ അതൊരു വ്യാജരേഖ 87 നടന്ന റീസർവേ സമയത്ത്
ഒരു രണ്ടപ്പേര് പിടിച്ചുകൊണ്ട് ഒരു വ്യാജമായൊരു പ്രമാണം സൃഷ്ടിച്ചെടുത്താണ് ഈ ആളുകൾക്കെതിരായി വിധി സമ്പാദിച്ചിട്ടുള്ളത്. അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെടുത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ കണ്ടു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കണ്ടു, അവര് ചുമതലപ്പെടുത്തിയതനുസരിച്ച് റോജി എം ജോൺ മിനിസ്റ്ററെ കണ്ടു, ഏറ്റവും അവസാനമായി പട്ടിക വികസന വകുപ്പ് മന്ത്രിയെ കണ്ട് ഞങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത് കാലാകാലങ്ങളായി ഈ സംസ്ഥാനത്ത് ഉടനീളം ഇതുപോലെ പട്ടികജാതിക്കാരുടെ താമസിക്കുന്ന കേന്ദ്രങ്ങളിൽ വ്യാജമായ രേഖകൾ ചമച്ചുകൊണ്ട് ഒഴിപ്പിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം നടന്നു വരികയാണ്. അത് ഭരണകൂടത്തിന്റെ പിന്തുണയുണ്ട്, പോലീസിന്റെ പിന്തുണയുണ്ട്. ഇപ്പം നടന്നിരിക്കുന്ന മുഴുവൻ പോലീസുമായിട്ടുള്ള ഗൂഢാലോചനയാണ്. അതിനകത്ത് ഈ ദിവസം തന്നെ തെരഞ്ഞെടുത്ത് മനഃപൂർവ്വമായി അവിടെ പ്രകോപനം സൃഷ്ടിച്ചെടുക്കുകയാണെന്നുള്ളത് ഞങ്ങൾ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് കോടതിയുമായി ബന്ധപ്പെട്ട് ഇതൊരു സാവകാശം നേടുകയും ആ സാവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ റെക്കോർഡുകൾ പരിശോധിക്കുക, ഇതിന്റെ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള വ്യാജമായ രേഖകൾ പരിശോധിച്ചുകൊണ്ട് അനന്തര നടപടികൾ സ്വീകരിക്കാമെന്നാണ് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരെല്ലാം നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. ഞങ്ങൾ ആ ഗവൺമെന്റിന്റെ ആ ഉറപ്പിനെ ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. മന്ത്രി നേരിട്ടെത്തി ചർച്ച നടത്തിയിട്ടും അയയാതെ ലത്തീൻ സഭാ നേതൃത്വം. മന്ത്രി വന്ന് കണ്ടതുകൊണ്ട് മാത്രം മഞ്ഞുരുകില്ലെന്നും ചരടുവലികളും അന്തർനാടകങ്ങളും കാരണമാണ് മന്ത്രിസ്ഥാനം ലത്തീൻ സഭയ്ക്ക് നഷ്ടപ്പെട്ടതെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് നൽകിയതിലെ അതൃപ്തി പരിഹരിക്കാനായിരുന്നു മന്ത്രി അബ്ദുൽ ഗഫൂർ ലത്തീൻ സഭാ ആസ്ഥാനത്തെത്തിയത്. ഫിഷറീസ് വകുപ്പ് ലീഗിന് കൈമാറിയതുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപതയുടെ ഭാഗത്തുനിന്ന് വലിയ അതൃപ്തിയും വിയോജിപ്പും നിലനിൽക്കുന്നതിനിടയിലാണ് അനുനയ നീക്കങ്ങളുടെ ഭാഗമായി ഫിഷറീസ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ വെള്ളയമ്പലത്തെ ലത്തീൻ അതിരൂപത ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം സഭ മുമ്പോട്ട് വെച്ച ആശങ്കകൾ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടടക്കം, അതോടൊപ്പം വിഴിഞ്ഞം പാക്കേജുമായി ബന്ധപ്പെട്ട് മുതലപ്പുഴയിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ സഭ മുമ്പോട്ട് വെച്ചുള്ള ആശങ്കകൾക്ക് കൃത്യമായ പരിഹാരം കാണുമെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. അതോടൊപ്പം ഫിഷറീസ് വകുപ്പ് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള വകുപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സ്വാഭാവികമായ ഒരു സൗഹൃദ സന്ദർശനമായിരുന്നു. പിതാവായിട്ട് കണ്ടു, എല്ലാ കാര്യങ്ങളും സംസാരിച്ചു, ഒരു സൗഹൃദം പങ്കിട്ടു. തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വരാലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് എല്ലാ പിന്തുണയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ച് മുമ്പോട്ട് പോകും. എന്നോട് പരിഭവമൊന്നും പറഞ്ഞില്ല, എന്നോട് സൗഹൃദമാണ് പങ്കിട്ടത്, സന്തോഷമാണ് അറിയിച്ചത്. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് പോകും. അതേസമയം ചരടുവലികളും നാടകങ്ങളും കൊണ്ടാണ് ലത്തീൻ സഭാ പ്രതിനിധിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാതെ പോയതെന്നായിരുന്നു സഭാ വക്താവ് തുറന്നടിച്ചത്. അതോടൊപ്പം ഒറ്റ കൂടിക്കാഴ്ച കൊണ്ട് മഞ്ഞുരുകിയെന്ന് പറയാനാകില്ലെന്നും മുഖ്യമന്ത്രി നേരത്തെ തന്നെ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ടെന്നും അത് കൃത്യമായി പാലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സഭാ വക്താവ് വ്യക്തമാക്കി. നിങ്ങൾക്കറിയാമല്ലോ, ചില ചരടുവലികളും നാടകങ്ങളും കാരണമാണ് നമുക്ക് കിട്ടേണ്ട പ്രാതിനിധ്യം നമുക്ക് മന്ത്രിസഭയിലും കിട്ടാതെ പോയി, ലഭിക്കേണ്ട ഒരു വകുപ്പും നമുക്ക് ലഭിക്കാതെ പോയത്. അപ്പോൾ അതിൽ ആശങ്ക ഉണ്ടായിരുന്നു. അത് സൗഹൃദപരമായിട്ട് തന്നെ നമ്മൾ സംസാരിച്ച് അത് തീർക്കും. ഇടഞ്ഞു നിൽക്കുന്ന ലത്തീൻ സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി CP ജോണും അതോടൊപ്പം K മുരളീധരനും കഴിഞ്ഞ ദിവസം സഭാ ആസ്ഥാനത്തെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഫിഷറീസ് മന്ത്രി തന്നെ നേരിട്ടെത്തിയിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി തന്നെ മറ്റ് ചില ഇടപെടലുകൾ കൂടി നടത്തിക്കൊണ്ട് സഭയ്ക്ക് ഉണ്ടായിരിക്കുന്ന വിയോജിപ്പുകളും അതൃപ്തിയും രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം സജീവമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ രക്ഷിക്കാൻ വൻ ഒത്തുകളി നടന്നതായി കണ്ടെത്തൽ. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്തി, മൊഴികൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ല, അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടു തുടങ്ങിയ കണ്ടെത്തലുകളാണ് SIT നടത്തിയത്. അതേസമയം വിവാദ ഉദ്യോഗസ്ഥരിൽ ഒരാളായ സന്ദീപ് മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ നിന്നും ഒഴിഞ്ഞു. മറ്റൊരു ഉദ്യോഗസ്ഥനായ അനിൽകുമാർ പിണറായിക്കൊപ്പം ഇപ്പോഴും തുടരുകയാണ്. 2023 ഡിസംബർ 15-ന് മുഖ്യമന്ത്രിയുള്ള നവകേരള ബസ് കടന്നു പോകുന്നതിനിടയിൽ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ പ്രതിഷേധം ഉയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടന്ന മർദ്ദനം അത് നിയമവിരുദ്ധമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നൽകുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരുടെ കണ്ടെത്തൽ അതാണ് എന്നുള്ളതാണ്. പ്രാഥമികമായി ഈ ചെറുപ്പക്കാർ അടിയേറ്റ ചെറുപ്പക്കാർ പരാതി നൽകിയത് ആദ്യം സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു. മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായ അനിൽ കല്ലിയൂർ, സന്ദീപ്, മറ്റു 2 പേർ, ഈ കണ്ടാലറിയുന്ന 2 പേർ എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി യുവാക്കൾ സൗത്ത് പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നത്. എന്നാൽ ഈ സംഭവത്തിനകത്ത് ആദ്യഘട്ടത്തിൽ സൗത്ത് പോലീസ് കേസെടുത്തില്ലെന്ന് മാത്രമല്ല, കോടതിയുടെ ഇടപെടൽ പിന്നീട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനായി വേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ പ്രാഥമികമായി ഒരു പരാതി നൽകിയ ഘട്ടത്തിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ അതിനകത്ത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ഈ കേസിൽ ഗൺമാന്മാരുടെ അടിയേറ്റ് തലയ്ക്ക് പരിക്കേറ്റ എ.ഡി. തോമസിന്റെയും അജയ് ജുവൽ കുര്യാക്കോസിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല, മൊഴിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകുന്നുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ്. പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നു. ക്രൈംബ്രാഞ്ച് ആലപ്പുഴ ഡിവൈഎസ്പി ആണ് പിന്നീട് ഈ കേസ് എഴുതി തള്ളുന്നതിനുള്ള റഫർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. അത്തരത്തിൽ നൽകിയ ആ റിപ്പോർട്ടിന്മേൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകർ അടക്കം മൊഴി നൽകിയ ആ മൊഴി നൽകിയിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എന്നും ഒക്കെയുള്ള വിവരമാണ് നൽകിയിരുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കാനായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തിരുവനന്തപുരത്ത് അയച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ മാധ്യമപ്രവർത്തകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങൾ ഉണ്ട്. ഇന്ന് ആ മാധ്യമപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തും. മാത്രമല്ല, തുടർ ദിവസങ്ങളിൽ അജയ് ജുവൽ കുര്യാക്കോസ് അടക്കമുള്ള എ.ഡി. തോമസ് ഉൾപ്പെടെയുള്ളവരിൽ നിന്നും വിശദാംശങ്ങൾ തേടും. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. അതായത് ഇന്നോ നാളെയോ അത് പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ്. പ്രാഥമികമായി ഈ ഗൺമാന്മാർക്കും അതുപോലെ തന്നെ കേസ് അന്വേഷണം ചട്ടവിരുദ്ധമായാണ് അവർ അത്തരത്തിലൊരു വാഹനത്തിൽ നിന്ന്, അകമ്പടി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇത്തരത്തിലൊരു അതിക്രമം അഴിച്ചുവിട്ടതെന്നും അതോടൊപ്പം തന്നെ പ്രാഥമികമായി കേസ് അന്വേഷണം നടത്തിയ സൗത്ത് പോലീസ് സ്റ്റേഷനിലടക്കം ഇതിനകത്ത് ചില അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടിൽ അത്തരം ഭാഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി മുകളിൽ നിന്നും ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന അക്കാലത്തെ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ ഈ വിഷയങ്ങൾ, അതായത് ഇതിനകത്ത് ഈ സംഭവം ഇവരെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി നൽകിയ റിപ്പോർട്ട് ഉൾപ്പെടെ പൂഴ്ത്തപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. നെടുമ്പാശ്ശേരിയിൽ വിമാനം താഴ്ന്നു പറന്നപ്പോൾ വീടിന്റെ മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു വീണു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുവാനുള്ള വിമാനം താഴ്ന്നു പറന്നപ്പോഴാണ് ഒക്കൽ മാണിക്കത്താൻ MV ജോയിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നത്. വിമാനത്തിൽ നിന്ന് പുറന്തള്ളുന്ന ശക്തമായ കാറ്റ് മൂലമാണ് വീടിന്റെ ഓടുകൾ ഇളകിപ്പോയത്. ഏകദേശം 150ഓളം ഓടുകൾ ഇത്തരത്തിൽ നിലത്തു വീണ് പൊട്ടിത്തെറിച്ചു. 10,000 രൂപയ്ക്ക് മുകളിൽ നാശനഷ്ടമുണ്ടായി എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ പ്രദേശത്ത് ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമാനത്താവള അധികൃതരോട് പരാതി പറഞ്ഞിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഒരു 4:30 കഴിഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ടിൽ വന്നു. ഭയങ്കര സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ട് ഒരു കാറ്റും ഇതോടും കൂടി ഞെരിഞ്ഞെരിന്ന് ഓട് ഇറക്കി വീണു. ഞാൻ ആ ഇറച്ചിന്നും മിച്ചതിക്ക് ഇറങ്ങാൻ സംബന്ധിക്കും പ്ലെയിനും പോയി എല്ലാ സാധനവും താഴെ. എന്താ ഇങ്ങനെ ഓട് താഴേക്ക് പോരാൻ കാരണം പ്ലെയിൻ പോയതുകൊണ്ട. അതിനുമ്പോ ഒരു കുഴപ്പമില്ല, വളരെ ശാന്തമായിട്ട് മഴയൊന്നുമില്ല, ഒരു കാറ്റുമില്ലാണ്ട് ചുമ്മാ നല്ല സമയമായിരുന്നു. 4:30 മണിയായി. ചുമ്മാ പോയി കഴിഞ്ഞാൽ ഓട് വീഴുമോ? അതിന്റെ ഏറ് കുത്തുന്ന താഴ്ന്നു പോകുമ്പോ ഏറ് എവിടെ കുത്തണോ? ഇതിനു മുമ്പൊക്കെ ഈ തെങ്ങുമ്പൊക്കെ കുത്തി കഴിഞ്ഞാൽ തെങ്ങ് കിടന്നാട് ഓടയും. തെങ്ങിന്റെ തേങ്ങ വരെ താഴെ വീണാറല്ലേ ഓരോ സ്ഥലങ്ങളില്. താഴ്ന്നു പറക്കണതാണോ അതിന് കാരണം? താഴ്ന്നു പറക്കണ കാരണം. താഴ്ന്നു പറക്കുമ്പോ ഏറ് കുത്തും. ഏറ് കുത്തി കഴിയുമ്പോ ഏറ് എവിടെ ഒന്ന് കുത്തണോ അവിടെ അത്രയുടെ പരിപാടിയാ. പരാതി ആരോടും പറഞ്ഞില്ല. പരാതി ആവുമ്പോ ആ പ്രസാദം കൊടുത്തിട്ട് ഒരു മറുപടിയും കിട്ടിയില്ല. തൊടുപുഴയിൽ അച്ചയൻസ് ഗോൾഡിന്റെ 46ാമത് ശാഖ ഉദ്ഘാടനം ചെയ്തു. KSRTCക്ക് സമീപം കോതായിക്കുന്ന് ഇടുക്കി റോഡിലുള്ള അച്ചയൻസ് JGS ബിൽഡിംഗ്സിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ സിനിമാ താരങ്ങളായ അൻസിബ ഹസൻ, എസ്തർ അനിൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് സംഗീത പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട 15 ഭാഗ്യശാലികൾക്ക് 10,000 രൂപ വീതം ക്യാഷ് പ്രൈസും വിതരണം ചെയ്തു. സ്വർണ്ണം വെള്ളി നിരക്ക്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.